ഹലോ, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകുന്നു വിചാരിച്ചിട്ടോ. അനിയത്തിയുടെ ഫാമിലി ഉണ്ട്, പിന്നെ ഞാനും പാറും കൂടി ആട്ടോ പുറത്ത് വന്നത്. ആദ്യം വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആനക്കൂട്ടി പോകുന്നാട്ടോ വിചാരിച്ച്. കോടനാടുള്ള ആനക്കൂട് അവിടെ ആനയൊക്കെ ഉണ്ട്. നമ്മുടെ ശംഖു ഭയങ്കര ആനപ്രേമിയാട്ടോ. അവന് ആനേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് കൂടുതലും ഫോണിൽ കാണുന്നത് ആനയുടെയാണ്, ടി വിയിൽ കാണുന്നത് ആനയാണ്. അപ്പോൾ അവൻ അത്രയ്ക്ക് ആനപ്രേമിയാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും 5 മണി വരെ ഉള്ളൂ നമ്മുടെ കോടനാടിലുള്ള സമയം. അപ്പോൾ സമയം വൈകുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും വൈകുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. എയർപോർട്ടിൽ വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എയർപോർട്ടിൻ്റെ ബാക്കിൽ ഫ്ലൈറ്റ് പൊങ്ങണതും ഇറങ്ങണതും ഒക്കെ കാണുകയും ചെയ്യാം. നമ്മുടെ കുട്ടികൾക്കും ഒരു സമയം പോക്ക് തന്നെയാണല്ലോ. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഫ്ലൈറ്റ് പോവാൻ വേണ്ടി നിൽക്കുമായിരുന്നേ. അപ്പോൾ വേഗം വണ്ടി ഒതുക്കി നമ്മുടെ ശംഖുവിനെയും പൊന്നുവിനെയും പാറുവിനെയും ഒക്കെ കാണിച്ചു കൊടുത്തു വന്ന്. അപ്പോൾ ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ട് ഇവർ കാണുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം ഇവർക്കിത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ പാറൂര് ഇത് കണ്ടപ്പോഴത്തേക്കും പാറൂർ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല അമ്മ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും കയറിയിട്ടില്ലടി, നീ പഠിച്ച് ജോലിയൊക്കെ കിട്ടി നിനക്ക് പുറത്ത് പോകാമല്ലോ, അപ്പോൾ എനിക്കും കൂടെ വരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, നീ നന്നായിട്ട് പഠിച്ചാൽ മതി, അപ്പം നമുക്ക് പുറത്ത് പോകാൻ, നീയാണ് എന്നെ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിർത്തിയിട്ടോ. അപ്പോൾ ആ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഫ്ലൈറ്റ് വരുവാണേ. ഇത് എയർ ഇന്ത്യ ആട്ടോ വന്നത്. അപ്പോൾ അത് ഇറങ്ങണ കണ്ടു. അപ്പോൾ നമ്മുടെ ശംഖുവിനെ അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അവൻ ആ കമ്പിയിലൊക്കെ പിടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ തന്നെ വേറൊരു ട്രെയിനും ആ വഴി തൊട്ട് സൈഡിൽ തന്നെ കേട്ടോ, അപ്പുറം ഇപ്പുറയാണേ. അപ്പോൾ ഒരു ട്രെയിനും പോകുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ കണ്ടുകഴിഞ്ഞപ്പോൾ പാറവിന് അടുത്തത് നമുക്ക് ട്രെയിനിൽ പോകാമേ, ഞാൻ ഗുരുവായൂർ മാത്രമേ ട്രെയിനിൽ പോയിട്ടുള്ളൂ എന്നും പറഞ്ഞാൽ അതങ്ങനെ. അപ്പോൾ വേറൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ ചെറിയൊരു ദീപം കത്തിക്കണ പോലെ തോന്നണേ കേട്ടോ. അപ്പോൾ ആ ഫ്ലൈറ്റും കൂടിയും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും സന്ധ്യ ആയി തുടങ്ങി കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ, നല്ല വൈബാണ്, നല്ല കാറ്റുണ്ട്, ചെറിയ മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ താഴെ ചെറിയൊരു തോട് പോലെയാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ അതിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ശംഖു മീനെ കണ്ടിട്ട് മീമി എന്നും പറഞ്ഞ ശംഖുവിന് അവിടെ നിന്ന് എന്ത് ചെയ്ത് ചെറുക്കാൻ വരില്ല. ഈ ഫ്ലൈറ്റ് എന്തല്ലോ ഭയങ്കര വലിയ ഫ്ലൈറ്റ് ആയിരുന്നു ഇത് കേട്ടോ. ഫുള്ള് വൈറ്റൊക്കെ അടിച്ച്, വേറെ പേരൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ല. നല്ല രസമായിരുന്നു കേട്ടോ. അതും തൊട്ടടുത്തുനിന്ന് അവന് കാണാൻ പറ്റി. പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടണ പോലെ അവർ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുക. കാരണം കിളികൾ പറന്നു പോകാൻ വേണ്ടി ഒരു പയ്യൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശംഖുവിന് അത് മാത്രം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ അവിടെ നിന്ന് കുറേ ഫ്ലൈറ്റും മറ്റേ ട്രെയിനൊക്കെ പോകണ കണ്ട് തീവണ്ടി എന്നാട്ടോ പറയാൻ വന്നത്. നേരെ ഞങ്ങൾ വേറെ തട്ടുകടയിലേക്ക് ആട്ടോ പോയത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.